വാതകങ്ങളും മറ്റും ഈ വൃത്തികെട്ട നാറ്റങ്ങളും ഉണ്ടാകുന്ന രൂപത്തിലും മണ്ണിനെയും ഭൂമിയെയും വെള്ളത്തെയും നശിപ്പിക്കുന്ന രൂപത്തിലും ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി അവസാനം കിണറിലെത്തിയാൽ കിണറിൻ്റെ വെള്ളത്തിൻ്റെ പ്രത്യേകത കിണറിൻ്റെ വെള്ളം ഒരിക്കൽ നാശമായി പിന്നെ നന്നാവില്ല. ഒരു കിണറിൻ്റെ വെള്ളം നാശമായി പിന്നെ നന്നാവില്ല. ഭൂഗർഭ ജലാശയങ്ങളുടെ സ്വഭാവം, ഭൂഗർഭ ജലാശയങ്ങളുടെ പ്രത്യേക വിഷയം, ഭൂഗർഭ ജലാശയങ്ങളിൽ വെള്ളം നാശമായിപ്പോയാൽ പിന്നെ നന്നാവേല. നേരെ മറിച്ച് പുഴ അങ്ങനെയല്ല, പുഴ നന്നായി കൊണ്ടേയിരിക്കും, പുതിയ വെള്ളം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്. അതായത് കിണറിലെ വെള്ളം നാശമായി പിന്നെ നന്നാവില്ല, അതിലെങ്ങാനും കെമിക്കൽ ചേർന്ന് പോയാൽ നന്നാവില്ല. ഇതാണ് നമുക്ക് സംഭവിച്ചത്. ഈ മണ്ണിൽ നേരെ ഒലിച്ചിറങ്ങാണ് ഈ കെമിക്കൽ നേരെ ഇങ്ങോട്ട് ഇതിലേക്ക്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഈ കുടുംബം വല്ലാതെ കൂടിപ്പോയി. ഒരു കുട്ടിയായ ഒരു പെണ്ണിട്ടുന്നതിന് മുമ്പ് തന്നെ വീടുണ്ടാക്കി അങ്ങനെ പോവാം. ഒരു വീട് ഒരു കക്കൂസ്. എത്ര നമ്മൾ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാലും സത്യത്തിൽ ഈ ആവശ്യമില്ലാത്തത് മുഴുവനും ഇതിലേക്ക് കുടിച്ചാകും. അത് വളരെ നമ്മൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട പറഞ്ഞത്. എന്തുകൊണ്ട് ഒരു 5-8 വീടുകൾക്ക് എന്ത് ചെയ്യാം ഒരു കിണർ? അതൊക്കെ നമ്മൾ നടപ്പിൽ വരുത്തിയാൽ എന്താണ് അതുകൊണ്ട് അതൊക്കെ വലിയ ഗുണമുള്ള കാര്യമല്ലേ? സഹകരിക്കണം. അൽ ജമാഅത്തു റഹ്മ, ആ ഹദീസിനും ബാധകല്ലേ? അൽ ജമാഅത്തു റഹ്മ, കൂടിയാൽ അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവും. അതിനും ഇതിപ്പോൾ എന്താണെന്ന് അറിയാം, ആകെയുള്ള ഒരു 3 സെന്റ് 5 സെന്റ്, ആ 5 സെന്റ് വീട്, മുറ്റം, പിന്നെ എന്ത് കിണർ, പിന്നെ എന്തും കിണറിൻ്റെ അത്ര വലുപ്പത്തിൽ എന്തും ഒരു കക്കൂസിൻ്റെ കുഴിയും. അപ്പുറത്തെ വീട്ടിൻ്റെ കക്കൂസിൻ്റെ കുഴി ഇങ്ങോട്ട്, ഇതിൻ്റെ കൂട്ടി ഇങ്ങോട്ട്. എന്നിട്ട് പിന്നെ എന്തില്ല, തിന്നാ ദഹിക്കൂല, അവിടെ വണ്ണം വെക്കുക, ഇവിടെ നീര് വെക്കുക, അവിടെ സോക്കട്, ഇവിടെ ആസ്തമ വലിവ്, ഇവിടെ സോക്കട്. എന്താണെങ്കിലും ഒരു ആശുപത്രി കൊണ്ടായ റേഡിയേഷൻ 4 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ കുഴിച്ചിട്ടു. ഇതന്നെ അവസ്ഥ. എല്ലാവർക്കും ക്യാൻസർ. ആർക്കപ്പോൾ ഈ കൂട്ടത്തിൽ ക്യാൻസർ ഇല്ല എന്ന് പറയാൻ പറ്റുക? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ക്യാൻസർ മുഴുവനും വരാനുള്ള 80% ക്യാൻസറിൻ്റെ കാരണം വെള്ളം നാശമായതാണ്. അപ്പം നമ്മൾ പറഞ്ഞു, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ 2 സെന്റിൽ 3 സെന്റിലൊക്കെ ഒരു കക്കൂസിൻ്റെ കുഴിയും ഒരു കിണറിൻ്റെ കുഴിയും, ഇത് നമ്മളൊന്ന് ശക്തമായി നിയന്ത്രിക്കുക. ഈ വിഷയത്തിലൊക്കെ ഒരു ബോധവൽക്കരണം നടത്തുക. പിന്നെ അതേപോലെ തന്നെ കൃഷി ഒന്ന് സാർവത്രികമാകില്ല. അതിൽ അള്ളാഹുക്കുള്ള ഇബാദത്തുണ്ട്. കാന ആദം ഹാരിസൻ, ആദം കർഷകനായിരുന്നു സയ്യിദുനാ മുഹമ്മദ്. എന്തിനാണ് ആ ആദം നബി കൃഷി ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് പിടുത്തം കിട്ടിയില്ല. എന്തിനാണ് ഇബാദത്ത് എന്ന നിലക്കല്ലാതെ എന്തിനാണ്? കാരണം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്ക്, ഭൂമിയിലേക്ക് വേറെ ഒരാളില്ല. ആകെയുള്ളത് സ്വന്തം ഭാര്യയാണ്. 2 ആളെ തിന്നാനുള്ളൂ. ആരും ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും. അല്ലാതെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇബാദത്തല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ കൃഷി ചെയ്തത്? എവിടെ നോക്കിയാലും മാങ്ങ, എവിടെ നോക്കിയാലും ചക്ക, എവിടെ നോക്കിയാലും ആപ്പിള്, എവിടെ നോക്കിയാലും മുന്തിരി. ഇതൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് ഏകനായി ഇറങ്ങി വന്ന ആദം നബി അലൈഹി സ്വലാം എന്തിനാ കൃഷി ചെയ്തത്? കാന ആദം ഹാരിസൻ, ആദം കർഷകനായിരുന്നു. ഏറ്റവും കൂടുതൽ ചെയ്തത് നെല്ലാണ്, നെൽകൃഷി. നെൽകൃഷി ആദ്യമായി ഭൂമിയിൽ കൃഷിയായി തുടങ്ങിയത് ആര്? സയ്യിദുനാ ആദം. പറയാൻ കഴിയുമോ ഈ സുന്നത്ത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. ഇപ്പോൾ എനിക്ക് ഈ സുന്നത്തുണ്ട്, എനിക്ക് കൈവക്കാൻ കഴിയും. 1 ഞാൻ തന്നെയാണ്. 1 2 മനുഷ്യന്മാരുണ്ട്. അയ്യയ്യേ, നെൽകൃഷി. ഭൂമി ഇല്ല, ഭൂമി വേണമെന്നിട്ട് ഉണ്ടാവും. ഭൂമി വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാവും. ഭൂമി വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാകും. എങ്ങനെ ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്തത്? നിങ്ങളൊക്കെ ഈ 2 തൊടയുടെ ഇടയെ ഇറക്കി കൊണ്ടിറക്കണ മോട്ടോർ സൈക്കിൾ വിറ്റാൽ അരയേക്കണ ഭൂമി വാങ്ങാം. നെൽഭൂമി, നെൽകൃഷി ഒക്കെ വാങ്ങാം. ഇല്ല എന്നൊക്കെ നിങ്ങൾ ആ ക്ലൂസ് ഒന്നും എന്നോട് പറയണ്ട. അതൊക്കെ ഇതിൻ്റെ അപ്പുറം കണക്ക് കൂട്ടി വരികയാണ് ഞാൻ. പണിയെടുക്കാൻ ആളില്ല. എന്തുകൊണ്ട് പണിയെടുക്കാൻ ആളില്ല? എടാ, നിന്റെ പാപ്പ ആദം പണിയെടുത്തിട്ടുണ്ടല്ലോ. കാന ആദം ആദം കർഷകനായി. പണിയെടുക്കാൻ ആളില്ല. നിനക്കെൻ്റെ പണി അത് തന്നെ. പണിയാണ് പണിയെടുക്കുക. അവനാൻ്റെ മക്കളും ഇറങ്ങി പണി. വലിയ മുതലാളിമാർ ഇതവിടെ ഇരിക്കണം. വലിയ ധനാഢ്യന്മാരടക്കം ഈ നാട്ടിലെ ഉമറാക്കളൊക്കെ ഉണ്ട്. ഇവരെ വാപ്പാർ ഇവിടെ ഇതിനേക്കാളും വലിയ ധനാഢ്യന്മാരുണ്ട്. ഇവർക്കുള്ള ഇതിൻ്റെ അപ്പുറമൊക്കെ ഉണ്ടായിരുന്നു ഇവരെ വാപ്പാർക്ക്. ഇന്ത്യയിൽ രാവും പകലും കൃഷിപ്പണിയല്ലാത്ത എന്തൊരു പണി ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഇവിടെ കാരണന്മാരൊക്കെ ഉണ്ട്. ഈ കാരണന്മാർ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന കാരണം മൊയ്മോനാജി ഇവിടുന്ന് പോയി, ഇവിടെ പരീക്കുട്ടിയാക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടെ കാരണന്മാരൊക്കെ ഉണ്ട്. ഇവരെ വാപ്പമാരുടെ പണി എന്തായിരുന്നു കൂടുതലും? എന്തായിരുന്നു ഇവരുടെയൊക്കെ വാപ്പമാർ ഏറ്റവും വലിയ പണി? കൃഷിപ്പണിയല്ലേ? ഇതവിടെ ഇരിക്കുന്നത് ഇതൊക്കെ ചോദിക്കും. ഇവരൊക്കെ ഇവരുടെ ഈ ഇരിക്കുന്നവരുടെ 100 ഇരട്ടി മുതലാളിമാർ അവരെ വാപ്പാർ. എന്നിട്ടോ ഇവരുടെയൊക്കെ കാലത്തിൽ അത് കുറച്ച് തേഞ്ഞു പോയി, നല്ലതൊക്കെ കൂടിയിട്ടില്ല. ഇതിനേക്കാളും വലിയ മുതലാളിമാർ, നാട്ടിൻ്റെ ഖാൻ ബഹദൂർമാരായ ആളുകളുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ അടക്കുന്ന ആളുകളും. എന്തായിരുന്നു വാപ്പാരുടെ പണി? എന്താണല്ല ഗുണം എന്താണെന്നറിയോ? 1000 പറ വാങ്ങുന്നിടത്തേക്ക് അരക്കറ്റാൻ അങ്ങനെ ഒരു ചെല്ലുണ്ട്. ഒരു അരക്കറ്റ ഒരു ഭൂമിയിൽ അത്രയും കൊയ്തിട്ടുള്ളെങ്കിലും ഒരു അത്യാവശ്യമുള്ള ഒരു വീട് പോലെ തോന്നും. അവിടെയും കുറച്ച്
കുറച്ച് പിന്നെ പതിരുണ്ടാവും, ഇവിടെ കുറച്ച് പിന്നെ പതിരും നെല്ലും കൂടി കൂടിയതുണ്ടാകും, ഇവിടെ കുറച്ച് പിന്നെ നെല്ലിൻ്റെ അടയാളം ഉണ്ടാവും, ഇവിടെ കുറച്ച് പൊടിയുണ്ടാവും, ഒരു പാറ്റി അടയാളം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇന്ന് പാർക്ക പാറ, ആരെ വീട്ടിലാണ് പാറ ഉള്ളത്? ആരെ വീട്ടിലാണ് ഇടങ്ങഴി ഉള്ളത്? ആ ഒന്ന് പറയും. രണ്ടിടങ്ങഴി ഇന്ന് നോവൽ എഴുതി മിക്കവാറും പുസ്തകങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും, ഒരു 3-4 ആളുകളെ വീട്ടിലുണ്ടാവും. എന്താ ഒരു വലിയ അവരൊക്കെ ഒരു അതിനൊക്കെ കാരണമുണ്ട്, അതുകൊണ്ടുണ്ടാവുക. എന്തുകൊണ്ട് നമ്മളെ വീട്ടിലില്ല? ഇതൊക്കെ നമ്മൾ മലയാളികളായ നമ്മളൊക്കെ ഒരു മലയാള പെരുമ പോലെ നമ്മൾ അടിത്തറയായിരുന്നില്ല ഇതൊക്കെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ. അളവ് പാത്രമുള്ള വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ സിംഹഭാഗം 1 ഏക്കർ ഭൂമി കൃഷി ചെയ്ത് വാങ്ങാൻ കഴിയാത്ത ആളുകളൊന്നും ഇവിടെ ഇല്ല. കുളൂസൊന്നും എന്നോട് പറയണ്ട, എല്ലാവർക്കും കഴിയും. 1 ഏക്കർ ഭൂമിക്കുള്ള വില പറഞ്ഞാൽ അതൊക്കെ നെൽപ്പാടത്തിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. അല്ല, നിങ്ങൾ 1 ഏക്കർ പറയുന്നത് എന്തിനെന്നറിയോ? നിങ്ങൾ 1 ഏക്കർക്ക് 25 കോടി കൊടുക്കേണ്ടി വരും. അത് നഗരവൽക്കരണത്തിന്റെ ഭൂമിയെ പറ്റി പറയാം. അത് ഷിബിറിന് വില ഉണ്ടാവും, ചാണിന്. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു നെൽപ്പാടനത്തിന്റെ വില കുറഞ്ഞ വിലയിലുള്ളതിനൊക്കെ എന്തുകൊണ്ട് അതിനൊക്കെ മെനക്കെട്ടുകൂടാ? ഇതൊക്കെ എല്ലാവരും തയ്യാറാവണം. ശുദ്ധമായ തേനുണ്ടാക്കുക, ശുദ്ധമായ കൃഷി ഉണ്ടാക്കുക. കാന ആദമു ഹാരിസ, ഇതൊക്കെ നല്ല കാര്യമാണ്. അയാൾക്ക് വേണ്ടി പിന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഈ പ്രകൃതിയിലെല്ലാം ഒരു മണ്ണര അതിനൊക്കെ ജീവിക്കാൻ ഇയാൾ അവസരം കൊടുത്തു. അതൊക്കെ ഇയാൾക്ക് വേണ്ടി ദ്വാർക്കും. എല്ലാം ദ്വാർക്കും. ഒരു കൃഷിനെ നെല്ല് നട്ടു. അപ്പോൾ ഏതോ നാട്ടിൽ നിന്ന് കിളികൾ വന്നിട്ട് അതിൻ്റെ ഒരു മണി കുറിച്ചാൽ ആ മണി തീ കുല്ലിക്കബദിൻ സ്വതക്ക. ഒരു കരളുള്ള പച്ചയായ ജീവി ഒരു സാധനം ഒരു മണി കൊത്തിയാൽ അത് നിനക്ക് സ്വതക്കയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കരളുള്ള ജീവി ഇത്ര പറഞ്ഞ ചെറിയ ഒരു അടക്കാക്കിളി വന്നിട്ട് നിന്റെ ഒരു നെൽമണി കൊത്തിയാൽ അത് സ്വതക്ക, നിനക്ക് ഉള്ള സ്വതക്കയാണ് മുസ്തഫ റസൂലുള്ളാഹി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പണിയെടുക്കാൻ തയ്യാറാകണം. എന്നും നമ്മളിങ്ങനെ അലക്കി വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അലക്കിയൊക്കെ തേച്ചിന് ക്ലിയർ ആക്കിയിട്ട് നല്ല ഇസ്തിരി ചുളിയാത്ത കുപ്പായ, അതിങ്ങനെ പുതിയ വെളുത്ത കുപ്പായ വാങ്ങാം. വെളുപ്പൊന്നും ഒരിക്കലും ചുളിയാൻ പറ്റാത്ത ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഒരുങ്ങിത്താക്കി ഇങ്ങനെ എടുത്ത് നിന്നാൽ വല്ലാതെ നേരം വൈകില്ല, ക്യാൻസർ ആവും. അപ്പൊ ഇതൊക്കെ ഇവിടെ നിയന്ത്രിക്കാൻ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബി ഖളാഇ എന്നല്ല. ബിമാ എങ്ങനെയാണ് ആയത്ത്? കരയും കടലും ഭൂമിയും പ്രകൃതിയും ഒക്കെ നശിച്ചത് നിന്റെ ഖളാഅ്, പടച്ചോന്റെ ഖളഅല്ലേ, പടച്ചോന്റെ ഖളാന്നല്ല അള്ളാഹ് പറഞ്ഞത്, മനുഷ്യൻ നാശാക്കിനാ പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ ആയത്ത്? റൂമിന്റെ 49-ാമത്തെ ആയത്തോടെ ഓതിയല്ലോ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. നമ്മൾ കുറച്ച് നിസ്കാര കണക്കും നോമ്പിന്റെ കണക്കും വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു ഇസ്ലാം മതം. ഇങ്ങനെയാണെങ്കിലോ ഈ ഇസ്ലാമും ഈ ഉദൂന്റെ കണക്കും ചോരന്റെ കണക്കും പഠിപ്പിക്കാനാണെങ്കിൽ എന്തിനാണോ മുഹമ്മദ് നബി 23 കൊല്ലം ഭൂമിയിൽ ജീവിച്ചു? ഈ നിസ്കാര കണക്കും നോമ്പിന്റെ കണക്കും പഠിപ്പിക്കാൻ 23 കൊല്ലം ജീവിക്കണോ മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതല്ല കൂടുതൽ പഠിപ്പിച്ചത് ഈ പ്രകൃതി, ഭൂമി, ഈ ചന്തപ്പെട്ട ഈ ഒരു സാഹചര്യം ഇത് നിലനിർത്തുക. സംസ്കാരം, രീതി, മനുഷ്യൻ, കൃഷി, നഗരം എല്ലാം അതതിൻ്റെ വൃത്തിയിലും രീതിയിലും നിലനിർത്താൻ ഹബീബ നബി അധ്വാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഇത് പറയേണ്ടത് ശൗബീന്ദ്രൻ നാഷല്ല, ഇത് പറയേണ്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല, ഇത് പറയേണ്ടത് സ്റ്റീഫൻ ഹോക്കിങ്സ് അല്ല, ഇത് പറയേണ്ടത് നമ്മളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. കാരണം നമുക്ക് അടിസ്ഥാനപരമായി ഇത് സ്വതക്കയാണ്, ഇബാദത്താണെന്ന് കൽപ്പിക്കുന്ന ഒരു കിതാബ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അവരത് ചെയ്തത് പ്രകൃതി സംരക്ഷണത്തിനാണ്, നമ്മളത് ചെയ്ത് പ്രകൃതി സംരക്ഷണത്തിനുമാണ്. പിന്നെ എന്തുമാണ്? ഇബാദത്താണ്. അത് ഭയങ്കര കൂലിട്ടുന്നൊരു ഇബാദത്താണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നെല്ലുണ്ടാക്കിയാൽ എന്തൊക്കെ ഉണ്ട്? ഒന്ന് നല്ല നെല്ല് തിന്ന, അരി തിന്ന, പിന്നെന്തുണ്ട്? അതൊരു ഇബാദത്താണ്, അത് മനസ്സിലാക്കണം. കാന ആദമു ഹാരിസ, ആദം നബി കർഷകനായിരുന്നു, ബാപ്പയായ ആദം നബി കർഷകനായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുൻ. ലാഭം കുറയും. നേരെ മറിച്ച് 2 റിസോർട്ട് ഉണ്ടാക്കിയിട്ട് ഒരു 2 തിളപ്പിക്കണ മെഷീനും വാങ്ങി വെച്ചാൽ എല്ലാവർക്കും പുഴുങ്ങിയ കോഴിയെ കൊടുത്തിട്ട് അങ്ങനെ എന്താ പറയുക, ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാം. ആ ഫാസ്റ്റ് ഫുഡിൽ ലാഭം ഉണ്ടാവും, പക്ഷേ ഒരാളും നിനക്ക് വേണ്ടി ദ്വാർക്കൂല. നേരെ മറിച്ച് 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്താൽ എത്ര ജീവികൾ നിനക്ക് വേണ്ടി ദ്വാർക്കും? അതെത്ര വലിയ കാര്യമാണ്. അതുപോലെ ഖബർ കിടക്കാൻ ഞാൻ ഇതിൻ്റെ ചെറിയ സാമ്പിൾ മാത്രമേ കാട്ടിയിട്ടുള്ളൂ. അല്ലാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين. നാളെ എല്ലാവരും നേരത്തെ തന്നെ വരിക. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. നാളത്തെ വിഷയം മദീന അണയാത്ത വിളക്കുമാടം. ഇതാണ് നാളത്തെ വിഷയം, മറക്കരുത്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.